ഒരു സംഗതി ഉണ്ട് എന്ന് പറയുക. അത് നമ്മൾ പഠിച്ചു വളരെ സിമ്പിളാണ്. ഐ ഹാവ് എന്ന് പറഞ്ഞാൽ മതി. എനിക്കുണ്ട്. എനിക്ക് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എങ്ങനെ പറയാം? നമുക്ക് നോക്കാം. ഐ ഹാഡ് എന്ന് പറഞ്ഞാൽ എനിക്കുണ്ടായിരുന്നു. വി ഹാഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഐ ഹാഡ്. ഐ ഹാഡ് എ വൈറ്റ് കാർ. എനിക്കൊരു വൈറ്റ് കാറ് ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്കുണ്ടായിരുന്നു എന്നുള്ളതിന് നമുക്ക് ഹാഡ് എന്ന് ഉപയോഗിച്ചിട്ട് വാക്കുകൾ പറയാൻ പറ്റും. ഐ ഹാഡ് എ ഹോം അറ്റ് ഏതെങ്കിലും ടൗണിൽ നമുക്ക് വീടുണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഹാഡ് എന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ഹാഡ് തന്നെ മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റും. അതാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഹാഡ് ഉപയോഗിക്കാൻ പറ്റും. ഐ ഹാഡ് ഗോൺ. ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് സ്പോക്കൺ. ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ദേ ഹാഡ് സ്പോക്കൺ ടു മീ. അവർ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. യെസ്റ്റർഡേ എന്ന് വെച്ചു കൊടുക്കുക, ഇന്നലെ. അങ്ങനെ ഉണ്ടായിരുന്നു, സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതിനൊക്കെ നമുക്ക് ഹാഡ് വെച്ചിട്ട് പറയാൻ പറ്റും. അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു സംഗതി ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇതില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഹാഡ് ഉപയോഗിച്ചിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഹാഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ പല സംഗതി ഒന്ന് പരിശീലിക്കുക. ഐ ഹാഡ് സ്ലെപ്റ്റ് ഏർലി. ഏർലി എന്ന് പറയുന്നത് നേരത്തെ. സ്ലെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഐ ഹാഡ് സ്ലെപ്റ്റ്. അപ്പോൾ ഈ ഹാഡാണ് ബാക്കി എന്താണോ ചെയ്തത് ആ കാര്യത്തിനെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നതാക്കി തീർക്കുന്നത് ഈ ഹാഡാണ്. ഓക്കെ. അപ്പോൾ ഐ ഹാഡ് സ്ലെപ്റ്റ്. ഐ ഹാഡ് എ കാർ. അങ്ങനെ ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ ഗുഡ് ജോബ്. എനിക്ക് നല്ലൊരു ജോബ് ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് വെച്ചിട്ട് ഒരുപാട് വാക്കുകൾ ഉണ്ടാക്കാൻ പറ്റും. അത് എപ്പോഴും നമ്മൾ ട്രൈ ചെയ്യുക. നമുക്ക് എവിടെയെങ്കിലും നമ്മൾ ഒഴിഞ്ഞിരിക്കുമ്പോഴോ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴോ ഈ രീതിയിൽ നമുക്ക് ചിന്തിക്കുക. ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ രീതിയിൽ ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വാക്കുകളൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. വളരെ സിമ്പിളാണ്.